പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രായമൊക്കെ കുറേ ആയില്ലേ, ഇനിയിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണോ, റിസ്ക് ഉണ്ടോ? ഹൃദയത്തിന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രധാന ചികിത്സാ മാർഗ്ഗമാണ് ആൻജിയോപ്ലാസ്റ്റി. ഞാൻ തന്നെ 93 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും പ്രായമുള്ള വ്യക്തിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ളത് 104 വയസ്സുള്ള ഒരു വ്യക്തിക്കാണ്. സത്യം പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റിക്ക് ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഇവിടെ നമ്മൾ നോക്കുന്നത് മൊത്തത്തിലുള്ള ശരീരത്തിന്റെ ഫിറ്റ്നസ് ആണ്, അതല്ലാതെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ക്രോണോളജിക്കൽ ഏജിനേക്കാളും പ്രധാനം ബയോളജിക്കൽ ഏജ് ആണ്. എന്താണ് ക്രോണോളജിക്കൽ ഏജ്? ക്രോണോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ പ്രായം. ബയോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ തന്നെ ചില ആളുകളെ കാണാറില്ലേ, അവർക്ക് പ്രായം 80 ആയിട്ടുണ്ടെങ്കിലും അവർക്കൊരു 60 വയസ്സുകാരൻ്റെ ഫിറ്റ്നസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു വ്യക്തിയുടെ ആരോഗ്യം കണക്കാക്കുമ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ട് ഫിറ്റാണോ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കുന്നത് ആളുടെ ബയോളജിക്കൽ ഏജ് ആണ്. അതിൽ ആളുടെ മസിൽ സ്ട്രെങ്തനിങ് നോക്കും, ലങ്ങിൻ്റെ അസുഖങ്ങൾ, കപ്പാസിറ്റി നോക്കും, കിഡ്നിയുടെ പ്രവർത്തനം നോർമലാണോ നോക്കും, എല്ലാ ദിവസവും ഉള്ള കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് നോക്കും, ഹാർട്ടിൻ്റെ പമ്പിങ് നോക്കും, BP-യുടെ സ്റ്റെബിലിറ്റി നോക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ഒത്തുചേർന്ന് നോർമൽ ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ഉള്ള കാര്യമേ അല്ല. പല പഠനങ്ങളും കാണിക്കുന്നത് ഒരു 90 വയസ്സുള്ള വ്യക്തിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതും 60 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ആൻജിയോപ്ലാസ്റ്റിക്ക് ചെയ്യുന്നതും ഏകദേശം ഒരേ റിസ്ക് ആണെന്നുള്ളതാണ്. അപൂർവം ചിലർക്ക് മാത്രം ആൻജിയോപ്ലാസ്റ്റി റിക്കവറി ടൈം 1-2 ദിവസം എക്സ്ട്രാ നമ്മൾ കാണേണ്ടി വരും. 2 ദിവസത്തെ എക്സ്ട്രാ എന്ന് പറയുന്നത് നമ്മളൊരു പാർസൽ ആമസോണിൽ ഓർഡർ ചെയ്ത് കിട്ടുന്ന ടൈം മാത്രം. 85 വയസ്സ് കഴിയുന്ന ആളുകളിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ വിജയ ശതമാനം 95%. എന്ന് വെച്ചാൽ വെറും 5% ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് കാണാറുള്ളൂ. ഈ ശതമാനം നമ്മുടെ കാലാവസ്ഥാ പ്രവചനത്തെക്കാളും സേഫാണ്. ഇനി മുതൽ ബർത്ത്ഡേ കൗണ്ട് ചെയ്യരുത്, ഹൃദയത്തിന്റെ മിടിപ്പ് മാത്രം കൗണ്ട് ചെയ്താൽ മതി. അതുകൊണ്ട്